ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോണത് ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. ഇത് ആക്ച്വലി റുട്ടീൻ അല്ല, ബട്ട് ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ സ്കിൻ കെയർ ചെയ്യാൻ തോന്നുമ്പോൾ ചെയ്യണ കുറച്ച് കാര്യങ്ങളാണ്. സോ ഇന്ന് ഞങ്ങളുടെ സ്കിൻ പാമ്പറിംഗ് ഡേ ആണ്. നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. സോ കല്യാണത്തിന് മുമ്പ് ഞാൻ നല്ലോണം സ്കിൻ കെയർ ഒക്കെ നോക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് കുറഞ്ഞു സ്കിൻ കെയർ. ബട്ട് എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് എന്റെ സ്കിന്ന് ഞാൻ കുറച്ച് ഹെൽത്തി വേയിലൂടെ കൊണ്ടുപോകാന്നുള്ളത്. അപ്പോ നമ്മൾ കഴിക്കുന്ന ഫുഡും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ നമ്മൾ എക്സ്റ്റേണലി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. സോ അതൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. ഞാൻ എങ്ങനെയൊക്കെയാണ് സ്കിന്ന് നോക്കുന്നതെന്നുള്ളത്. അതേപോലെ തന്നെ കല്യാണത്തിന് മുന്നേ സണ്ട അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ കൂടെ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ സനലിന് ഇഷ്ടമാണ് ഇപ്പൊ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എന്നെക്കാളും ഇപ്പൊ കൂടുതൽ ശ്രദ്ധിക്കണ സനലാണ് ആക്ച്വലി. സോ നമുക്ക് എന്തായാലും ഇന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം എന്തൊക്കെയാ ചെയ്യാനുള്ളത്. അപ്പോ ഇന്ന് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോണത് നമ്മുടെ ഷേവിംഗ് ആണ്. സോ സനലിന്റെ ഇപ്പൊ ഫേസ് കുറച്ചെടുത്തോട്ടോ. സനലിന്റെ ഇപ്പൊ ഫേസ് നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നമ്മളുടെ ബിയേർഡ് കുറച്ചായിട്ട് ഇങ്ങനെ വളർന്നിട്ടുണ്ട്, രോമങ്ങൾ വളർന്നിട്ടുണ്ട്. സോ അതിപ്പോ ഇതിൽ കാണുന്നില്ല, ഞാൻ അടുത്ത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ച് ക്ലോസപ്പ് കാണിക്കാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ലീൻ ആക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ സനലിനെയും ചെയ്യും ഞാനും ചെയ്യും. അപ്പൊ ആദ്യം ഞാൻ സനലിനെ ചെയ്ത് കാണിക്കാം എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ട ടൂൾസ് അലോവേര ജെല്ലും പിന്നെ റേസറും അതേപോലെ തന്നെ കോട്ടൺ പാഡ്സും ആണ്. സോ കോട്ടൺ പാഡ് യൂസ് ചെയ്യണത് ഇത് വൈപ്പ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഇനി സനലിന്റെ ഫേസിൽ അത് ചെയ്യുന്നതിന് മുന്നേ സനലിന്റെ നല്ലോണം മുടി വളർന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇടാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എന്റെ ഫേസ് ഒക്കെ കഴുകിയിട്ട് വന്നു. ഞാൻ എന്റെ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫേസ് ഷേവ് ചെയ്ത് കഴിഞ്ഞു, മുഖം കഴുകി. ഇനി ഈ വെറ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോണത്. അപ്പൊ സ്ക്രബ് ഞാൻ എടുത്തേക്കുന്നത് ഡോക്ടർ റഷൽസിന്റെ വിറ്റമിൻ സി സ്ക്രബാണ്. അങ്ങനെ അതാ ഇത്ര എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യണം ഫേസ്. അങ്ങനെ ഞങ്ങൾ സ്ക്രബിങ്ങും കഴിഞ്ഞു. ഇപ്പോ കുറച്ച് ഫേസ് ബെറ്റർ ദാൻ നേരത്തെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇരിക്കണ്ടല്ലേ, കുറച്ച് ഒരു ഷൈനി പോലെ വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ ഉള്ളത്, അതാണ് ഫേസ് പാക്ക്. അപ്പോ നമ്മള് ഇപ്പോ ഇടാൻ പോണ ഫേസ് പാക്ക് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയതാണ്. ബീട്രൂട്ടിന്റെ ചാറ് എടുക്കുക, കടലമാവ് ഇടുക, പിന്നെ കുറച്ച് ഹണിയും ഇടുക. എന്നിട്ട് അത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പേസ്റ്റ് ആണിത്. കറക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഒന്നുമില്ല. ഞാൻ ഇപ്പൊ ചെറിയൊരു ബീട്രൂട്ട് എടുത്തു, അത് ഗ്രൈൻഡ് ചെയ്യുക, മിക്സിയിലിട്ട് അതിന്റെ നീരെടുക്കുക. എന്നിട്ട് അത് ഈ കടലമാവിലോട്ട് ഇടുക. അതേപോലെ തന്നെ കുറച്ച് ഹണിയും ഇടുക. എല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പൊ ഇത് ആണ് നമ്മൾ നെക്സ്റ്റ്. സോ ഇത് ലാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഷേവ് ചെയ്തു, അതിനെ സ്ക്രബ് ചെയ്തു, അതിന് ലാസ്റ്റ് ഫേസ് പാക്ക്. ഞങ്ങൾ രണ്ടാളിട്ട് കഴിഞ്ഞു. ഇനി ഇത് കുറച്ചു നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും കഴുകി കളയാം. അപ്പൊ ഞങ്ങൾ ഡ്രൈ ആയിട്ട് കഴുകിയിട്ട് ഇനി വരാം. അങ്ങനെ ഞങ്ങളുടെ ഫേസ് പാക്ക് ഞങ്ങൾ കഴുകിക്കളഞ്ഞു. സോ ഇത്ര ഉള്ളൂ ഞങ്ങളുടെ സ്കിൻ കെയർ വീഡിയോ. ഞങ്ങൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ്. See you in the next vlog. Until then, bye bye.